എവിടെയായിരുന്നു ചേട്ടാ? അംബിക ചേച്ചി അവിടെ സുഖം തന്നെ തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ. ഹലോ ഓഡിയൻസ്, നിങ്ങൾക്കൊരു പായം തരണേന്ന് കേട്ടാ കിടന്നുറങ്ങാൻ. എല്ലാരും നല്ല ഉറക്ക മൂടിലിരിക്കുകയാണ്. ഒന്ന് കയ്യൊക്കെ അടിച്ച് കയറ്റി വിട്ടോട്, പാവപ്പെട്ടവന്മാർ രക്ഷപ്പെട്ടു പോട്ട്. അങ്ങനെ അല്ലായിരുന്നു ഉറക്കിക്കളയല്ലേ. ഉറക്കം വരുമെന്ന് എനിക്കറിയാം. എല്ലാരും ഒന്ന് ചിരിച്ചു വിട് പാവം. വണ്ടി വിടറേ. ആസ്ഥാന ഗായക പറയൂ. കിട്ടുണ്ണി ചേട്ടൻ എന്താ ടൈ ചെയ്യാത്തത്? ഇവിടെ പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ. 10 രൂപയുടെ ടൈ ഉണ്ട് ഗോദ്രേജിന്റെ, വേണോ? ഇല്ലടാ, നിന്നെ കാണുമ്പോ നാട്ടുകാരാണ് ഡൈ ചെയ്യാൻ പോകുന്നത്. ചേട്ടാ ലിപ്സ്റ്റിക് ഇട്ടാണല്ലോ ഇന്നത്തെ വരവ്. അതെ അതെ, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടേ. പക്ഷേ ചെറുപ്പായിട്ടുണ്ട് അല്ലേ? കിട്ടുണ്ണി ചേട്ടാ ലിഫ്റ്റിൽ കിട്ടുന്ന സ്റ്റിക്കാണോ ലിപ്സ്റ്റിക്ക്? ഞാൻ വല്ലതും പറഞ്ഞ കിട്ടുണ്ണി ചേട്ടാ, അല്ല കണ്ണിൽ ഐലാഷസ് വെച്ചിരിക്കുന്നു. പല ലാഷും വരയ്ക്കും. കിട്ടുണ്ണി ചേട്ടാ കുറച്ച് താഴോ? ഇല്ല 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 ഇല്ല, പ്ലീസ് പ്ലീസ്, നിന്റെ മുമ്പ് എന്റെ ഒരു ആഗ്രഹം, പ്ലീസ്. എന്തിനാണ്? പ്ലീസ് ഒന്ന് പ്ലീസ്, എന്തിനാണ്? എന്റെ ഒരു ആഗ്രഹം. ഈ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ ഫാൻ കൊണ്ടു കിടന്നാൽ കറണ്ട് ബില്ല് കൂടൂലേ? അത് കുഴപ്പമില്ലടാ, നിന്നെ ഇവിടെ സഹിക്കയില്ലേ. അപ്പൊ പിന്നെ കറണ്ട് ബില്ല് കൂടിയെന്ന് പറഞ്ഞ് നിനക്ക് എന്തൊരു നഷ്ടമാടാ. കിട്ടുണ്ണി ചേട്ടാ, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകണം, നല്ല ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ഓ ശരിയപ്പി, നിനക്ക് അതിൽ ശ്രദ്ധ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അനുവിന്റെ ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകണോ? ബോഡി എല്ലാം റെഡിയാവും. ഐശ്വര്യ, നിനക്ക് പറ്റിയ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. കിട്ടുണ്ണി ചേട്ടാ എവിടെയുള്ള ചെറുക്കനാ? കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ഐശ്വര്യക്ക് ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? കാരണം ചെറുക്കൻ റെസ്ലിംഗിന് പോകണം, സുമോ ഗുസ്തി അറിഞ്ഞിരിക്കണം, പിന്നെ ജിമ്മനായിരിക്കണം. ബെഡ്റൂമിൽ പബ്ബാക്കാനുള്ള പരിപാടി ഉണ്ട്. അതെ അതെ അതെ. അയ്യോ അനിയ, ഉയിരിപ്പേടിയുള്ള ആരും പെട്ടെന്ന് വന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് അലയേണ്ടി വരും. നാക്ക് കരുനാക്കാണോ? ആരെന്റെ? അല്ല, ഞാൻ പറയുന്നത് അച്ഛനായിരിക്കും. ചേട്ടാ ഉഴുത്ത് തുടങ്ങി വേണം പോണേ നല്ലത്. ഇല്ല 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 ഇല്ല, എപ്പിസോഡ് വിടണമെങ്കിൽ ഇതെങ്കിലും വേണം. ഇത്രയും നേരം വെറുതെ കീരവിത്തം പറഞ്ഞോണ്ടിരിക്കല്ലേ. പിള്ളേരെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും വന്ന് TV വയ്ക്കട്ടാ. ഒരു നല്ലൊരു കോമഡി പറയാം. പറഞ്ഞോ. നമ്മുടെ ഐശ്വര്യല്ലേ, ഐശ്വര്യയുടെ ചെറുക്കൻ നല്ല സ്ട്രോങ് ആവണമെന്നാണ് അവളുടെ താല്പര്യം. അപ്പൊ നീല സ്ട്രോങ്ങിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ എടുക്കാതെ കളഞ്ഞ സാധനം. അപ്പോ ജയിച്ച ടീമിനുള്ള ഗിഫ്റ്റ് എന്താ? ഗിഫ്റ്റ് കൊണ്ടുവരാം. എന്നെ തൊടരുതേ. ഇല്ല ഇല്ല ഇല്ല, തൊടാതെ എടുക്കൂ. എണ്ണ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കഴുകണ്ടേ? എടുത്തോ എടുത്തോ. താങ്ക് യു. അറിയാതെ ബോഡി ടച്ച് ചെയ്തതാ, സോറി. എന്നിൽ ചെറിയൊരു നോട്ടമുണ്ടെന്ന് മനസ്സിലായി. എന്ത് കണ്ടിട്ട്? അതെ, കിട്ടുണ്ണി ചേട്ടൻ എപ്പോഴും ഇവിടെ വന്നിട്ട് പൊക്കത്തിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാ. ശരി, അപ്പോ കിട്ടുണ്ണേട്ടാ ജയിച്ച ടീമിനുള്ള സമ്മാനം നോക്കട്ടെ. നോക്കിക്കോളൂ, എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ഇവൾക്ക് പറ്റിയ തന്നെ പുളിയും ഗുരു. വീട്ടിൽ ഇരുന്ന് വറുത്ത് തിന്നോണ്ടിരിക്കാം. ശരിക്കും കുറച്ചും കൂടെ പ്രതീക്ഷ കേട്ടോ എല്ലാരും. അല്ലല്ല, നിങ്ങൾക്ക് ഇത് മാത്രമേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ പുളിങ്കുരു ഗിഫ്റ്റ്. ഈ മോളിൽ നിന്ന് നോക്കുമ്പോ നിന്റെ തലക്കകത്ത് ഒന്നുമില്ലടാ. താഴെ നോക്കിയാലും ശരിയാട്ടാ. കിട്ടുണ്ണി ചേട്ടന്റെ താഴെ നോക്കുമ്പോഴും ഒന്നുമില്ല, അതുപോലെ തന്നെ. ഈ പുളിങ്കുരുവിനെ ഒന്ന് മാറി ലെവലപ്പായി അപ്ഡേറ്റഡ് ആയി കുറച്ച് ചക്കക്കുരുവെങ്കിലും കൊണ്ടുവരണം. ഇല്ല ഇല്ല ഇല്ല, ചക്കക്കുരു നിങ്ങൾക്ക് തരില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിൽക്കാൻ വയ്യ. ഈ ചക്കക്കുരു കൂടെ തന്നിട്ട് വേണം ഞാൻ പോണേ. കിട്ടുണ്ണി ചേട്ടാ ബൈ. ബോഡിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ബൈ. പെട്ടെന്ന്